ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ബ്രസീൽ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാനായി സൂപ്പർ പരിശീലകൻ ആഞ്ചലോട്ടി എത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ നിലവിൽ പുറത്തു വന്നു കഴിഞ്ഞു. 2022 ഫിഫ വേൾഡ് കപ്പിന് ശേഷം ബ്രസീൽ ദേശീയ ടീം നേരിട്ടിരുന്ന രണ്ട് പ്രശ്നങ്ങളിൽ ഒന്ന് അവർക്ക് ഒരു മികച്ച പരിശീലകനായിരുന്നു. അങ്ങനെയുള്ള ഒരു പരിശീലകൻ, വിഖ്യാതമായ പരിശീലകൻ ആഞ്ചലോട്ടി ബ്രസീലിനെ പരിശീലിപ്പിക്കാൻ എത്തുമ്പോൾ അവരുടെ പ്രതീക്ഷകൾ വീണ്ടും 2026 ഫിഫ വേൾഡ് കപ്പിലേക്കുള്ള അവരുടെ പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ്. ഏകദേശം ഒരു വർഷം മാത്രമാണ് ഇനി വേൾഡ് കപ്പിന് ബാക്കിയുള്ളത്. ആഞ്ചലോട്ടിയെ പോലുള്ള ഒരു പരിശീലകന് ശരിക്കും ഒരു വർഷക്കാലമൊന്നും വേണ്ടി വരില്ല ഒരു മികച്ച ടീമിനെ കെട്ടിപ്പടുക്കാൻ. ഇനി വരാനിരിക്കുന്നത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഏതെല്ലാം പുതിയ താരങ്ങളെ ബ്രസീൽ ദേശീയ ടീമിലേക്ക് ഉൾപ്പെടുത്തും, നിലവിലുള്ള ഏതെല്ലാം താരങ്ങൾ പുറത്തു പോകും എന്നുള്ള ഒരു ആകാംക്ഷയും അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ടീം സെലക്ഷൻ ഒക്കെ ആയിരിക്കും വരാനിരിക്കുന്നത്. എന്തായാലും സൂപ്പർ പരിശീലകൻ ആഞ്ചലോട്ടി എത്തിയതോടു കൂടി ബ്രസീൽ ദേശീയ ടീം നേരിട്ടിരുന്ന രണ്ട് പ്രശ്നങ്ങളിൽ ഒന്നിന് പരിഹാരമായിരിക്കുകയാണ്. ഇനി വേണ്ടത് ഒരു മികച്ച ലീഡറെ കണ്ടെത്തുക എന്നതാണ്. ശരിക്കും ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യവും ഒരു പക്ഷെ അതായിരിക്കും. നെയ്മർ ജൂനിയർ നമുക്കറിയാം സ്ഥിരമായി പരിക്കിന്റെ പിടിയിലാണെങ്കിൽ പോലും 2026 ഫിഫ വേൾഡ് കപ്പിൽ ഒരു പക്ഷേ അദ്ദേഹം തിരിച്ചെത്തുകയാണെങ്കിൽ നെയ്മറുടെ ഒരു ക്യാപ്റ്റൻസിയും അതുപോലെ തന്നെ ആഞ്ചലോട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ബ്രസീൽ ടീം 2026 ഫിഫ വേൾഡ് കപ്പിൽ കളിക്കുന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കേണ്ടി വരും. എന്തായാലും ആഞ്ചലോട്ടി എന്ന സൂപ്പർ പരിശീലകൻ ബ്രസീൽ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കാൻ എത്തുമ്പോൾ ഏകദേശം ഒരു വർഷം അകലെ 2026 ഫിഫ വേൾഡ് കപ്പ് ഇരുന്നെത്തുമ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള രണ്ട് ടീമിനെ യൂറോപ്യൻ മെമ്പർമാർ പേടിക്കേണ്ടി വരും. ഒന്ന് അർജന്റീനയും ഒന്ന് ബ്രസീലിനെയും. എന്തായാലും കാത്തിരുന്ന് കാണാം. ആഞ്ചലോട്ടിയുടെ വരവോട് കൂടി ബ്രസീൽ ദേശീയ ടീമിലുള്ള പുതിയ സെലക്ഷനും പുതിയ താരങ്ങൾ ആരൊക്കെയാകും, അതുപോലെ തന്നെ ഏതെല്ലാം താരങ്ങൾ പുറത്തു പോകും എന്നുള്ളതൊക്കെ കണ്ടറിയാം. എന്തായാലും സൂപ്പർ പരിശീലകൻ ബ്രസീലിനെ പരിശീലിപ്പിക്കാൻ എത്തുന്നു എന്നുള്ളൊരു ആഹ്ലാദത്തിലാണ് അല്ലെങ്കിൽ സന്തോഷത്തിലാണ് ബ്രസീൽ ആരാധകരൊക്കെ. കാത്തിരുന്ന് കാണാം ബ്രസീൽ ദേശീയ ടീമിന്റെ വരാനിരിക്കുന്ന ഇന്റർനാഷണൽ മത്സരങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്.